യാത്രയൊക്കെ സുഖമായിരുന്നോ ഭൈരവിയമ്മേ? സുഖമായിരുന്നു എന്ന് പറയാൻ ഫ്ലൈറ്റിലൊന്നും അല്ലല്ലോ ഞാൻ വന്നത്. നമ്മുടെ റോഡല്ലേ, അതിൻ്റെതായ ക്ലേശമുണ്ട്. ഭൈരവിയമ്മ വരുന്നു എന്നറിഞ്ഞപ്പോ മുതല് ഇവിടെ എല്ലാവർക്കും എന്തൊരു ഉത്സാഹാന്നറിയോ. രാവിലെ തൊട്ട് വരവും കാത്തിരിക്കുക എല്ലാവരും. എടുത്തി ഭൈരവിയമ്മയെ വന്ന കാലിൽ തന്നെ ഇങ്ങനെ നിർത്താതെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റ്. വസു, നീ ഇതൊന്ന് തിരികൊളുത്തി. ആ നിക്ക്. നീ ഈശ്വരമംഗലം കുടുംബത്തിന്റെ തായ് വഴി അവകാശിയാണ്. അധികാര സ്ഥാനത്തിരുന്ന് ആജ്ഞാപിക്കേണ്ടവൾ. നീയാണോ വസുന്ധരെ എന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ ദീപം തെളിയിക്കേണ്ടത്? ഞാൻ തന്നെ കൊളുത്തിക്കോളാം. ഗൗതം, നീ ഈ തട്ടൊന്ന് പിടിച്ചേ. തീപ്പെട്ടിതാ വസു. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഇളം തലമുറയിലെ മരുമകൾ ചെയ്യേണ്ടതൊക്കെ മുറ തെറ്റിച്ച് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയോ ഇവിടെ? എന്താ, ആർക്കും ഒന്നും പറയാനില്ലേ? പ്രണവിന്റെ ഭാര്യയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഭൈരവിയമ്മേ. അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. സംഭവിച്ചതല്ലോ, വരുത്തിവെച്ച വിനയെന്നല്ലേ അതിനെ പറയേണ്ടത്. തറവാടിന്റെ പേര് കളഞ്ഞു കുളിക്കാനായി ഓരോരോ സന്തതികൾ പിറന്നോളും. പോയത് പോയി. ഇനിയുണ്ടല്ലോ ഈശ്വരമംഗലത്ത് ഒരു മരുമകൾ കൂടി. അവളെവിടെ? ഞാൻ വരുമ്പോ ഇവിടെ എല്ലാവരും ഉണ്ടാവണമെന്ന് പറഞ്ഞതല്ലേ വസുന്ധരെ? എന്നിട്ട് അവളെവിടെ? ഗൗതം, വേണ്ട, ഞാൻ പറഞ്ഞോളാം. അനിഷ്ടമൊന്നും തോന്നരുത്. അത്യാവശ്യ കാര്യമായതുകൊണ്ടാ അവൾക്കൊന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. മനഃപൂർവ്വം പോയതല്ല, പാവമാ. ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അത്യാവശ്യം ആയതുകൊണ്ടാ. വാ. ഈശ്വരമംഗലത്തെ ചിട്ടവട്ടങ്ങളും രീതികളും ഒന്നും ആ കുട്ടിക്ക് അറിയില്ലല്ലോ ഭൈരവ്യമേ. അതുകൊണ്ട് പോയതാ. പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ചിട്ടവട്ടങ്ങൾ അറിയാത്തവരെയും അതിനൊപ്പം ജീവിക്കാൻ പ്രാപ്തിയില്ലാത്തവരെയും മരുമകളെന്നും പറഞ്ഞ് എഴുന്നള്ളിച്ച എല്ലാം പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എഴുന്നള്ളിച്ചവർക്ക് തന്നെ ഉണ്ടാവേണ്ടതല്ലേ വസുന്ധരെ? ഭൈരവിയമ്മ എത്തിയിട്ട് പോയാ മതിയെന്ന് നിധിയോട് ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്തു പക്ഷേ? പറഞ്ഞിട്ട് അനുസരിച്ചില്ല അല്ലേ? അതല്ല, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. നിന്നോട് വിശദീകരണം ചോദിച്ചില്ല. അമ്മ വീട്ടുകാർക്ക് അധികാരമുള്ള കുടുംബമാണ് ഈശ്വരമംഗലം. ഞാൻ കഴിഞ്ഞ അടുത്തതായി ഈ കുടുംബത്തിന്റെ എല്ലാ തായ് വഴികളും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് വസുന്ധരെ. എന്നിട്ടും കുടുംബത്തിലേക്ക് വന്നു കയറിയ ഒരു മരുമകളെ നിലയ്ക്ക് നിർത്താനായില്ലെങ്കിൽ
അത് നിന്റെ കഴിവുകേടാണെന്നേ ഞാൻ പറയൂ. എന്റെ ഈ വരവ് വെറും ഒരു ഓണാഘോഷത്തിന് വേണ്ടി മാത്രമല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്റെ കാലശേഷം ഈശ്വരമംഗലത്തിന്റെ സർവ്വാധികാരവും ആർക്കാണെന്ന് തീരുമാനിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ വരുന്നതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ടും നിനക്ക് വീഴ്ച പറ്റിയെങ്കിൽ അത് നിന്റെ തകരാറ് തന്നെയാ വസുന്ധരെ. ഭൈരവിയമ്മ ക്ഷമിക്കണം. നിധിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. നിധിയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഇനി എനിക്കറിയാം. അതിന് നിന്റെ സഹായം എനിക്ക് എന്തിനാ? തുടക്കത്തിലെ നിധിയെക്കുറിച്ച് ഭൈരവിയമ്മയുടെ മനസ്സിലൊരു കരട് വീണു കഴിഞ്ഞു. ഈ ആമാടപ്പെട്ടിക്കുള്ളിൽ ഈശ്വരമംഗലത്തിന്റെ അധികാരത്തിന്റെ അടയാളമാണ് ഉള്ളത്. ദാ നോക്ക്. മരതകവജ്രം പതിച്ച ഈ മാല ഈ വരുന്ന തിരുവോണത്തിന് എന്റെ കാലശേഷം ഈശ്വരമംഗലത്തിന്റെ അധികാരം കൈയാളുന്ന ഒരാളുടെ കഴുത്തിൽ അണിയിക്കാൻ വേണ്ടിയാ എന്റെ ഈ വരവ്. വസുന്ധരയ്ക്കും പാർവതിക്കും അറിയാവുന്നതാണല്ലോ, വിശേഷ ദിവസങ്ങളിൽ ഈ മാല അധികാര സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയുടെ കഴുത്തിൽ ഉണ്ടാവണം. അതാണ് നമ്മുടെ തറവാടിന്റെ കീഴ്വഴക്കം. ആരുടെ കഴുത്തിലാണോ ഈ മാല കിടക്കുന്നത് അവരുടെ വാക്കുകൾക്ക് എതിർവാക്കുണ്ടാവാൻ പാടില്ല. ഈ തിരുവോണത്തിന് ഓണസദ്യ കഴിച്ചു കഴിഞ്ഞാ ഞാൻ ഈ മാല അടുത്ത അവകാശിയുടെ കഴുത്തിൽ അണിയിക്കും. അതുവരെ കെടാവിളക്കിന്റെ മുന്നില് ഈ ആഭരണപ്പെട്ടി വെച്ച് പൂജിക്കണം. നമുക്കിത് പൂജാമുറിയെ കൊണ്ടുപോയി വെക്കാം ഭൈരവിയമ്മ. വരൂ. വാ. പൂജാമുറിയിലേക്ക് പ്രത്യേകം വിളിക്കണോ? വാ. വരൂ.